എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ? കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇന്നൊരു കഥ പറയാം. എപ്പോഴും തിരക്കുള്ള ഒരു പാർക്ക്. അവിടെ മൂലയിൽ ഒരു പാറക്കല്ലുണ്ടായിരുന്നു. ആളുകൾ ഇതിലെ നടന്നു പോകുമ്പം അത് ശ്രദ്ധിക്കും. പക്ഷേ ഒന്നിനും കൊള്ളാത്തൊരു കല്ല് എന്ന മട്ടിൽ അതിനെ അവഗണിച്ച് നടന്നു പോവുകയാണ് പതിവ്. ഒരു ദിവസം ഒരു ശില്പി അത് കണ്ടു. അയാൾ കുറേ നേരം അതിനെ നോക്കി നിന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അയാൾ തൻ്റെ സഞ്ചിയിൽ നിന്ന് ഉളിയും ചുറ്റികയും എടുത്ത് അതിനെ കൊത്താൻ തുടങ്ങി. പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഇയാൾക്ക് ചുറ്റും കൂടി. ഇയാൾ ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു കല്ല് വെറുതെ കൊത്തി പൊടിക്കുകയാണോ എന്ന രീതിയിൽ കുട്ടികൾ അയാളെ നോക്കി നിന്നു. ഒരാഴ്ചയോളം തുടർച്ചയായി അയാൾ അതിൽ പണിയെടുത്തു. അതിനുശേഷം ഈ കുട്ടികൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു ഭംഗിയാർന്ന ഒരു സുന്ദരമായ ഒരു സിംഹത്തിൻ്റെ ശില്പമായി മാറിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ സന്തോഷത്തോടെ കൗതുകത്തോടെ അയാളുടെ അടുത്തേക്ക് ഓടി വന്നു. മാമനെങ്ങനെ അറിയാം ഇതിനകത്തൊരു സിംഹമുണ്ടെന്ന്? അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് കുട്ടികളോട് പറഞ്ഞു. കുട്ടികളെ, ഇതിനകത്തായിരുന്നില്ല സിംഹം ആദ്യം ഉണ്ടായിരുന്നത്. അത് ഉണ്ടായത് ആദ്യം എൻ്റെ മനസ്സിലായിരുന്നു. എന്തും നമ്മൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ നമ്മൾ മനസ്സിൽ കാണണം, വിഷ്വലൈസ് ചെയ്യണം, നേടിയെടുത്തതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. എന്നാൽ നമുക്കത് എത്തിപ്പിടിക്കാൻ എളുപ്പമാകും. നന്ദി, നമസ്കാരം.